സമിന്ധതാ മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദ്വന്ദ്വഭയോദിനി ജഗുഃകിന്നരഗന്ധർവാസ്തുഷ്ടോ സിദ്ധചാരണാഃ വിദ്യാധര്യശ്ചാനാം ഋതൂരപ്സന്നാദസ്തവഗാഃ വനരാജയ വമോ വായു സുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധതാ മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാമസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദ്വന്ദ്വഭയോദിനി ജഗുഃകിന്നരഗന്ധർവാസ്തുഷ്ടോ സിദ്ധചാരണാഃ വിദ്യാധര്യശ്ചാനാം ഋതൂരപ്സരോഭിः സമം തഥാ മുമജോന്മനയോ ദേവാഃ സുമനാംസി മുദാന്വിതാഃ മന്ദം മന്ദം ജലധരാ ജഗർജുരനുസാഗരം നിശീഥേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത്യഥാ പ്രാച്യാം ദിശീന്ദ്രിയപുഷ്കള സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ എല്ലാവരും കൊടുക്കുക കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അവതരിച്ചതായ ആ ഒരു കൃഷ്ണനെ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളിൽ പാരായണം ചെയ്യാം. വഴിപാട് സമർപ്പിക്കുന്നവർക്ക് പറന്നിറക്കാനുള്ള സൽസന്താനങ്ങൾ ഉണ്ടാകാനും ഉള്ള സന്താനങ്ങൾ നന്നായിട്ട് തീരാനും നല്ല ബുദ്ധിയായിട്ട് തീരാനും എന്ത് ചെയ്യാം? പറന്നിറച്ച് പ്രാർത്ഥിക്കാം, നാണയപ്പറ സമർപ്പിക്കാം, നിരവധി സമർപ്പിക്കുക, സന്താനഗോപാല പുഷ്പാഞ്ജലി ഇതിനൊക്കെ നല്ല സന്ദർഭമാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ൃതസ്നേഹോ യാസ്യേഥേ മൽഗതിം പരാം ശ്രീശുകവാച ഇത്യുക്ത്വാസീത് ഹരിസ്തോഷ്ട്യം ഭഗവാനാത്മമായ പിത്രോഃ സംപശ്യതോഃ സദ്യോ ബഭൂവ പ്രാകൃതശിശു തദസ്യ ചൗരഭ്യകവൽപ്രചോദിത സുതം സമാദായ സ സോദികാഗൃഹൽ യഥാ ബഹിർഗന്ധുമേഷ ബർഹിജായ യോഗമായ ജനീ മന്ദജായ തയാ ഹൃതപ്രത്യ സർവവർത്തിഷു ദ്വാസ്തേഷു പൗരുഷു വിശായതേഷു ദ്വാരസ്തു സർവാഹ്യപിതാതുരത്യാ ബൃഹൽകപാടായ സകീലശൃംഖലൈഃ താഃ കൃഷ്ണവാഹേ വസുദേവ ആഗതേ സ്വയം വിഭജ്യന്ത യഥാതമോരവേഃ വവർഷമഗ്നിന്നോപാംശകർജിതശേഷോന്മുനകാൽ വാരി നിവാരയൻ ഭണൈഃ മഘോന്വരിഷ്യത്യ സകല്യമാജ ഗംഭീരതോയോ ഖജവോർമിഭേനില ഭയാമിതാവർത്തശതാകുലാ നദീ മാർഗം ദദോ സിന്ധുർവർഷ്യപദേഃ നന്ദവ്രജം ശൗലിരുവേത്രതാൻ ഗോപാൻ പ്രസുപ്താനുപലഭ്യനിദ്ര്യ സുതം യശോദാശയനേ നിധായ സുതാമപാദായ പുനർഗൃഹാനകാൽ ദേവക്യാഃ ശയനിന്യസ്യാവസുദേവോധധാരികം പ്രതിമുച്ചപദോർലോഹമാസ്തേ പൂർവവദാവൃത യശോദാനന്ദപത്നീ ജാതം പരമബുദ്ധിത നതല്ലിംഗം പരിശ്രാന്ത നിദ്രയാപഗതസ്മൃതി മുതച്ഛേദ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമാംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ കൃഷ്ണജന്മനി തൃതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീശുഭവാച ബഹിരന്തപുരദ്വാര സർവാഹ പൂർവവദാപൃതാഃ തതോ ബാലധ്വനിം ശ്രുത്വാ ഗൃഹപാലാഃ സമുത്ഥിതാഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അങ്ങനെ വസുദേവരുടെ ദേവകി ദേവിയുടെ പുത്രനായിട്ട് സാക്ഷാൽ ഭഗവാൻ അഷ്ടമി തിഥിയിലെ രോഹിണി നക്ഷത്രത്തില് ഇതാ ചിങ്ങമാസത്തില് കംസന്റെ കാരാഗ്രഹത്തില് അവതരിച്ചു. വസുദേവരാണ് ആദ്യമായിട്ട് കണ്ടത്. വസുദേവ ഐക്ഷത ശംഖചക്ര ഗതാപത്മധാരിയായിട്ടതായ ഭഗവാനെ വസുദേവരെ കണ്ടു. ആ വസുദേവർ അതിഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെയുള്ള
ഭഗവാനെ ദേവകീ ദേവിയും അതിഗംഭീരമായിട്ട് സ്തുതിച്ചു. ഭഗവാനെ അധ്യാത്മദീപമായിട്ടുള്ളതായ സത്വം സാക്ഷാൽ വിഷ്ണുവിൻ്റെ അധ്യാത്മിക ദൈവമായിട്ടുള്ളതായ ഭഗവാനെ ഇതാ ഞങ്ങളെ അനുഗ്രഹിക്കണം. അങ്ങനെയുള്ള ഭഗവാന്റെ പാദങ്ങളെ ഏതൊരുവണ്ണാണ് ആശ്രയിക്കുന്നത് അവനത് മൃത്യുവ്യാളഭീത, മരണഭയത്തെ പോലും ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് ദേവകി ദേവി സ്തുതിച്ചു. അങ്ങനെയുള്ള ദേവകി ദേവി ഭഗവാനോടൊരു കാര്യം പറഞ്ഞു. ഭഗവാൻ അങ്ങയുടെ ഈ രൂപത്തെ, ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ഈ രൂപത്തെ, ചതുർഭുജനായിട്ട് രൂപത്തെ അങ്ങ് വെടിയുക, ഇല്ലെങ്കിൽ കംസൻ വന്നാൽ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ മുൻപത്തെ ജന്മങ്ങളിലുണ്ടായ അവസ്ഥയൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു രൂപം കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനു മുമ്പ് നിങ്ങൾ അനവധി പ്രാവശ്യം, അനവധി തവണ, അനവധി കാലം എന്നെ തപസ് ചെയ്തു. കൃഷ്ണി സുതപസ് ദമ്പതികളായ സന്ദർഭത്തിൽ ആ സമയത്ത് ഞാനിതാ നിങ്ങളുടെ മുന്നിൽ പ്രതിഷ്ഠപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങേ പോലുള്ളതായ ഒരു പുത്രൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. എന്നെ പോലെ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങളുടെ പുത്രനായിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ 3 പ്രാവശ്യം അങ്ങേ പോലുള്ള പുത്രൻ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ 3 പ്രാവശ്യം തഥാസ്തു എന്ന് പറഞ്ഞതിന്റെ ഫലമായിട്ട് കൃഷ്ണി സുതപസ് ദമ്പതികളായ സമയത്തിൽ ഞാനിതാ കൃഷ്ണി ഗർഭൻ എന്നുള്ള പേരിൽ നിങ്ങളുടെ പുത്രനായിട്ട് അവതരിച്ചു. നിങ്ങളുടെ 2ാമത്തെ ജന്മമാണ് അതിഥി കശ്യപ ദമ്പതികൾ. ആ സമയത്ത് ഞാനിതാ വാമനനായിട്ട് നിങ്ങളുടെ പുത്രനായിട്ട് അവതരിച്ചു. നിങ്ങളുടെ 3ാമത്തെ ജന്മമാണ് ദേവകി വസുദേവന്മാർ. ഈ ജന്മത്തിൽ ഞാനിതാ കൃഷ്ണനായിട്ട് നിങ്ങളുടെ പുത്രനായിട്ട് അവതരിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, യുവാമാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ. നിങ്ങളിതാ ബ്രഹ്മഭാവം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്, പരമാത്മാവായ ഭഗവാനാണിത് എന്നുള്ള രൂപത്തിലും സ്വന്തം പുത്രനാണ് എന്നുള്ളതായ ഭാവത്തിലും നിങ്ങൾ എങ്ങനെ ആശ്രയിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ജന്മത്തോടു കൂടിയിട്ട് എന്നിലേക്ക് യാസ്യധയ മൽഗതിം വരാം, എന്നിലേക്ക് ഈ ജന്മത്തോടു കൂടിയിട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനിയൊരു ജന്മം നിങ്ങൾക്കില്ല ഹേ വസുദേവരെ ദേവകി ദേവി. അങ്ങനെ ഈ ജന്മസ്മരണായവയെ, നിങ്ങളുടെ പൂർവ്വജന്മത്തിലുള്ള അതൊക്കെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ശംഖചക്ര ഗദാപത്മ രൂപം എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ദേവകി വസുദേവനെ നോക്കി നിൽക്കുന്നതായ സന്ദർഭത്തില് സാക്ഷാൽ ഭഗവാൻ പിത്രോഹോ സംവത്സ്യതോഹോ സദ്യോ ബഭൂവ പ്രാകൃത ശിശു, സാധാരണ ഒരു കുട്ടിയായിട്ട് തീർന്നു. അങ്ങനെയുള്ള ആ ഒരു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം തന്നെ ഭഗവാൻ ജനിച്ചതോടു കൂടിയിട്ട് ആ വസുദേവരുടെ ചങ്ങല ബന്ധനങ്ങളൊക്കെ ഇല്ലാതായിട്ട് തീർന്നു. അർദ്ധരാത്രി സമയമാണ്. കംസന്റെ ഭൃത്യന്മാരെ കാവലിൽ നിൽക്കുന്നത്, അവരൊക്കെ ഊർക്കം വലിച്ച് ഉറങ്ങുന്നതായ അവസ്ഥയാണ്. ഭഗവാന്റെ നിർദ്ദേശപ്രകാരം വസുദേവര് ഭഗവാനെ മാറോടണച്ച് പുലുകിക്കൊണ്ട് അവിടുന്ന് യാത്രയായി ഗോകുലത്തിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു ചാറ്റൽ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഇരുട്ടുണ്ട്. ആ അനന്തൻ തൻ്റെ ഭണം അങ്ങനെ ഉയർത്തിപ്പിടിച്ചപ്പോൾ അതിലെടുത്തായ രത്നങ്ങൾ കൊണ്ട് വഴി അങ്ങനെ നന്നായിട്ട് തെളിഞ്ഞു. കാളിന്തി നദി പോലും ഇതാ വഴി മാറിക്കൊടുത്തു ഭഗവാന് പോകാൻ വേണ്ടിയിട്ട്. ഒടുവിൽ ഗോകുലത്തെത്തി. അവിടെ എന്താ സംഭവം, യശോദാദേവി ഒരു കുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. അത് ആണാണോ പെണ്ണാണോ, അന്നത്തെ ലിംഗം പരിശ്രാന്ത നിദ്രയാപക തസ്മത, ആണാണോ പെണ്ണാണോ എന്ന് പോലും നോക്കാൻ പറ്റാതെ കണ്ട് സകല ആൾക്കാരും ഉറക്കിലേക്ക് വഴുതി വീണു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് വസുദേവരെ കൃഷ്ണനെ എടുത്തിട്ട് ഭഗവാനെ എടുത്തിട്ട് അവിടത്തേക്ക് എത്തിച്ചേർന്നത്. അവിടെ യോഗമായാദേവി യശോദാദേവിയുടെ പുത്രിയായിട്ട് അവതരിച്ചിട്ടുണ്ട്. ആ യശോദാദേവിയുടെ പുത്രിയായ യോഗമായാദേവിയെ കയ്യിൽ തിരിച്ചെടുത്തു. ഭഗവാനെ അവിടെ വെച്ചു. യശോദാദേവിയുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ കിടത്തി. പക്ഷെ ഭഗവാനെ അവിടെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് വസുദേവർക്ക് മനസ്സ് വരുന്നില്ല. ആർക്കാ മനസ്സ് വരിക? പക്ഷേ ഭഗവാനെ വസുദേവര് തൻ്റെ ഹൃദയത്തിലെടുത്തുകൊണ്ട് യോഗമായ ദേവിയെ കയ്യിലും എടുത്തുകൊണ്ട് വസുദേവര് തിരിച്ച് ആ കംസന്റെ കാരാഗ്രഹത്തില് ദേവകി ദേവിയുടെ അടുത്ത് കൊണ്ടുപോയി അവിടെ ഇങ്ങനെ കിടത്തിയതായ സന്ദർഭം. ആ കുട്ടിയെ അവിടുന്ന് ഉറക്കെ യോഗമായ ദേവി നിലവിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് കംസന്റെ ഭക്തന്മാർ മുഴുവൻ ഇത്രയും സമയം ദൂർക്കം വലിച്ചു തുടങ്ങായിരുന്നു. അവരങ്ങനെ ഞെട്ടി ഉണർന്നിട്ട് വേഗം കംസമഹാരാജാവിൻ്റെ അടുത്ത് പോയിട്ട് വിവരം പറഞ്ഞപ്പോൾ ആ കംസമഹാരാജാവ് അവിടുന്ന് മുമ്പ് ഉണ്ടായ കുട്ടികളൊക്കെ പാറക്കടിച്ച് ഇല്ലാതാക്കിയതുപോലെ ഈ കുട്ടിയെയും പാറക്കടിച്ച് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോഴാണ് യോഗമായ ദേവി 8 കൈകളില് 8 ആയുധങ്ങളായിട്ട് ആ കംസന് യോഗമായാദേവി ദർശനം കൊടുക്കുന്നതായ സന്ദർഭം. അതൊക്കെയാണ് നമുക്ക് നാളെ കാണാൻ വേണ്ടിയിട്ട്, പ്രഭാതത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. അങ്ങനെയുള്ള ആ ഒരു കൃഷ്ണാവതാരത്തെ നമുക്ക് സമർപ്പിക്കാം ഭഗവാന്റെ പാദങ്ങളിൽ. യജ്ഞവേദിയിൽ മാത്രമുള്ള ഒരു അവതാരമായിട്ട് തീരരുത്. ആ ഭഗവാനെ നമുക്ക് യജ്ഞവേദിയിൽ അവതരിച്ചതായ ആ ഒരു ഭഗവാനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് പകർത്തിയിട്ട് ഭഗവാനെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ടുകൊണ്ട് നമുക്കങ്ങനെ ജീവിതത്തിൽ ഉടനീളം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ദുഃഖങ്ങൾക്കും ഒരു
വ്യഥകൾക്കും നമ്മളെ മാനസികമായിട്ട് തളർത്താൻ പറ്റാതെ കണ്ട് നമുക്ക് സധൈര്യം ജീവിതത്തെ സുന്ദരപ്രദമാക്കി ആനന്ദപ്രദമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ട് ജീവിതത്തെ സുഖമായി അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കട്ടെ.